ഇന്ന് കർക്കിടകം 1-ാം തീയതി. വീട്ടിൽ ദീപം വെച്ചു. രാവിലെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ ഇനി ദശപുഷ്പം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പരിചയപ്പെടാം. ഇതിന് ഇത് മുക്കുറ്റി എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത് മുയൽ ചെവി. പിന്നെ ഇത് നൽപ്പന. അപ്പോൾ പൂവൊന്നുമില്ല, ഒരു മഞ്ഞ പൂവുണ്ടാവില്ലുണ്ട് അതൊന്ന്. അതുമ്മേ പൂവില്ല, നൽപ്പനൊക്കെയാണ്. ഇത് ചെറുള. പൂവാങ്കുരുന്നില എണ്ണയിലേക്ക് എടുക്കും. അതുപോലെ ചെറുള കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് അത് വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിക്കും. ഇത് ഞെരിഞ്ഞിലും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഒക്കെ നമ്മുടെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇത് കറുക. പൂജയ്ക്കൊക്കെ എടുക്കുന്നു കറുക. പിന്നെ കൃഷ്ണകാന്തി. ഇത് കൃഷ്ണകാന്തി. ഇതിന് വെള്ള പൂവ്, മഞ്ഞ ഒരു നീല ഒക്കെ പൂവുള്ളതൊക്കെ 2 തരത്തിൽ കണ്ടുണ്ട്. പിന്നെ ഇത് കഞ്ഞുണ്ണി, ഭൃംഗരാജ പറയുക. ഇതും പൂവാങ്കുരുന്നലും കഞ്ഞുണ്ണിയും കൂടിയിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. മുടിക്കൊഴിച്ചിലിനും താരനൊക്കെ നല്ലതാണ്. പിന്നെ തിരുതാളി ഒഴിഞ്ഞ്, അത് രണ്ടും കിട്ടിയില്ല. തിരുതാളി ഏകദേശം ഇതുപോലെയുള്ള ഒരു ഇലയാണ്. കുറച്ച് ഇത്ര കട്ടി ഉണ്ടാവില്ല, കുറച്ച് കനം കുറവാണ്. ഇത് ചിറ്റമൃതമാണ്. ചിറ്റമൃതം എന്ന് പറയും ആയുർവേദത്തിൽ. അമൃത് അതിൻ്റെ ചെറിയ വള്ളികളാണ്, കനം കുറഞ്ഞ വള്ളി. ഇത് മൂത്ത് വരുമ്പോൾ നല്ല വണ്ണത്തിൽ നിൽക്കും. തൊലിയൊക്കെ അടർന്ന ചിറ്റമൃതം. അപ്പോൾ ഏകദേശം ഒരു രൂപം കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണത്. തിരുതാളി കിട്ടിയില്ല. അതുപോലെ ഉഴിഞ്ഞ കിട്ടിയിട്ടില്ല. പിന്നെ വേറെ ഒന്ന്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതിൽ സീതാർമുടി എന്നൊക്കെ പറഞ്ഞ് ദശപുഷ്പത്തിലൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാനില്ല. ദശപുഷ്പത്തിൽ പരിചയപ്പെടുത്തണതിൽ സീതാർമുടീനെ കാണാനില്ല. സീതാർമുടി ഇതിൻ്റെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. വലിയൊരു നല്ലോണം പടർന്ന് കിടക്കുന്നുണ്ട് അവിടെ. എന്നാൽ ശരി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.